അതിൽ ചില ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വസ്ത്രം പ്രശ്നമാണെന്ന്. ഇവർക്കൊക്കെ ഈ വസ്ത്രം നോക്കി ഇരിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഏത് കാലത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. സുനിത വില്യംസ് അങ്ങ് സ്പേസ് സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചു വന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർ ഇടകലർന്ന് ജീവിച്ചത് ആണുങ്ങളോടാണെന്ന് പറഞ്ഞു ഫത്വ പുറപ്പെടുവിക്കാൻ ഇറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് നോക്കിക്കോളൂ. അതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതാണ് ഈ പറയുന്ന ആശങ്കയായിട്ട് വരുന്നത്. ഞാൻ ഭയക്കുന്നതും അത് തന്നെയാണ്. നമ്മുടെ നാട്ടിലൊരു ഇന്നലെ നമ്മൾ ജാനകിയെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഒരു പേരിന്റെ പേരിൽ അസ്വസ്ഥതയും ആശങ്കയും ഉണ്ടാവുന്നു, ഒരു നൃത്തരൂപത്തിന്റെ പേരിൽ ആശങ്കയുണ്ടാവുന്നു, ഒരു സിനിമയുടെ പേരിൽ ആശങ്കയുണ്ടാവുന്നു എന്നുള്ള അവസ്ഥയിൽ കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. അവിടെ വലിയ രീതിയിൽ അവരൊരു സംഘടിതമായിട്ട് എത്തുകയാണ്. ഇന്നിപ്പോൾ ഇതിൽ പ്രതികരിച്ചിരിക്കുന്നത് ആരൊക്കെയാണ്? ആദ്യം വിശദമാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. നമ്മളാണ് ആ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ അക്ഷരത്തിന് ചില ആശങ്കകളുണ്ട്. അത് നമ്മൾ തത്സമയം അദ്ദേഹവുമായിട്ട് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു അതൊരു സാംസ്കാരിക ജീർണതയുടെ ലക്ഷണമാണ്. ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ ഇതേപോലെ ഡാൻസ് പഠിപ്പിക്കാനൊന്നും പറ്റുന്നില്ല. ആ അർത്ഥത്തിൽ ആണും പെണ്ണും ഒരുമിച്ച് തുള്ളുക എന്നതാണ്. ആലോചിക്കുക, അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ തന്നെ ഇവർ തുള്ളുക, ഡാൻസ് ചെയ്യുക എന്നുള്ളതിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ കാണുക? മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ ഇവർ പറയുന്നത്. ഏതർത്ഥത്തിലാണെന്ന് എനിക്ക് ഇനി മനസ്സിലാവുന്നില്ല. ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്?